ചൂട് ഇൻസ്റ്റൻറ്റ് ടീ കപ്പ്. അതായത് ഇത് കാണുമ്പോൾ സാധാരണ ഒരു പേപ്പർ കപ്പായി നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു പേപ്പർ കപ്പിനകത്ത് ഒരുപാട് സൂത്രപ്പണികൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കാപ്പിയുടെ കപ്പാണെങ്കിൽ കാപ്പി കിട്ടും, ചായയുടെ കപ്പാണെങ്കിൽ ചായ കിട്ടും, ഗ്രീൻ ടീ ആണെങ്കിൽ ഗ്രീൻ ടീ കിട്ടും. അതിലെ ഒരു വഴിയിൽ പോകുമ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് സിമ്പിളായിട്ട് ചായ ഉണ്ടാക്കാം. ജസ്റ്റ് ചൂടുവെള്ളം മാത്രം മതി. കാപ്പി ഉണ്ട്, ചായ ഉണ്ട്, ചുക്ക് കാപ്പി ഉണ്ട്, പിന്നെ ഗ്രീൻ ടീ, പല ഫ്ലേവേഴ്സും ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാപ്പി എടുക്കുക, ജസ്റ്റ് വെറുതെ ചൂടുവെള്ളം ഒഴിക്കുക. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേരെന്ന് പറയുന്നത് ചൂട് എന്നാണല്ലേ? അതായത് ചൂടുവെള്ളം ഒഴിക്കുന്ന നമ്മൾ കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചൂട് എന്നുള്ളൊരു ഇത് മാത്രം. ഇങ്ങനൊരു ടീ കപ്പ് ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത് എങ്ങനെയാണ്? അല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ, ഞാനായാലും കുറച്ച് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുന്നതാണ് ചായ. സ്വന്തം യാത്രകളിൽ ചായയും കാപ്പിയും കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും ഉണ്ടാക്കിയത്. അതെ, ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴും നമുക്കായാലും കുറേ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ കുറേ കണ്ടിട്ടുമുണ്ട്. നമ്മൾ അങ്ങനെ പല ആൾക്കാരുടെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധനം എവിടെ പോയാലും കുടിക്കാമെന്നുള്ളൊരിത്. ഇപ്പോൾ കറൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ചധികം പേര് കൊണ്ടുപോകുന്നുണ്ട്. ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ കമ്പനികൾ, ഓഫീസുകൾ. പിന്നെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലാണ് സെയിൽ വരുന്നത്. കറൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, വാട്സപ്പ് നമ്പർ. അതിന് പതുക്കെ നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റുകളൊക്കെ പതുക്കെ വരുന്നെന്നാണ് വിചാരിക്കുന്നത്.